ഹായ് ഫ്രണ്ട്സ്, ധൂം ധാം 2025 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിൽ നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് റിലീസായി എത്തിയ ബോളിവുഡ് സിനിമയാണ് ധൂം ധാം. യാമി ഗൗതം, പ്രതീക് ഗാന്ധി ഇവരാണ് മെയിൻ ലീഡ്സ്. ഒരു ഡാർക്ക് കോമഡി, ഡാർക്ക് ആക്ഷൻ കോമഡി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരു ജോണറുള്ള സിനിമയാണ്. അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, വാച്ചബിൾ, ബോറടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു പോപ്കോൺ എന്റർടൈനർ അങ്ങനെ പറയാൻ പറ്റിയ ഒരു സിനിമയാണ് ധൂം ധാം. സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, പ്രതീക് ഗാന്ധി യാമി ഗൗതത്തെ പെണ്ണ് കാണാൻ വേണ്ടി എത്തുന്നു. പ്രതീക് ഗാന്ധി ഒരു മൃഗ ഡോക്ടറാണ്. യാമി ഗൗതത്തെ കുറിച്ച് പാരൻസ് ഒക്കെ പറയുന്നത് വളരെ അച്ചടക്കത്തോടെ വളർത്തിയ, രാത്രി ഒന്നും എവിടെയും പോകാത്ത, നല്ല ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് ആ ഒരു രാത്രി ഒരു ഗുണ്ടാകാങ് ഇവരുടെ മുറിയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ചാർലി എവിടെയെന്ന് പ്രതീക് ഗാന്ധിയോട് ചോദിക്കും. ആരാണ് ചാർലി എന്നൊന്നും പറഞ്ഞ് ആ കഥ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ഇതിന് ശേഷം നടക്കുന്ന അത്യാവശ്യം വലിയ ലോജിക്കൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു കോമഡി സിനിമയിൽ ലോജിക്ക് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ പോകുന്ന ഒരു അത്യാവശ്യം രസകരമായ സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. യാമി ഗൗതത്തിന്റെ ക്യാരക്ടർ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ അച്ചടക്കത്തോടെ വളർത്തിയ പോലെയൊന്നുമല്ല. അതായത് രാത്രി എവിടെയും പോവില്ല, അങ്ങനെയൊന്നുമല്ല. കുറച്ച് ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല. അതുപോലെ പ്രതീക് ഗാന്ധിയുടെ ക്യാരക്ടറിനും ചില സവിശേഷമായ പ്രത്യേകതകളുണ്ട്. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റായി നിൽക്കുന്ന രണ്ടു പേരാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഇവരെ ഈ ഒരു ഗുണ്ടാ ഗാങ്ങിന്റെ ചേസിങ്ങിന്റെ ഇടയിൽ ഇവര് തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. അതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ തിയേറ്റർ റിലീസൊന്നും അല്ല, OTT റിലീസ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത സീനുകൾ കുറച്ച് അടിച്ച് കളഞ്ഞുകൊണ്ട് ജസ്റ്റ് കണ്ടിരിക്കാം. അങ്ങനെയുള്ളൊരു സിനിമയാണ് ധൂം ധാം. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3 out of 5.